ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് ഫയറിന്റെ എനർജിയാണ്. 6 ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ 6 ഓഫ് വാൺസിന്റെ എനർജി. 6 ഓഫ് വാൺസ് ഒരു വലിയ വിജയത്തിന്റെ എനർജിയാണ്. മനസ്സിലായി. എല്ലാം കൊണ്ടും നമുക്കൊരു പരിപൂർണമായ ഒരു സക്സസിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു എനർജി. അത്രമാത്രം വളരെ വളരെ നമുക്ക് മറ്റ് പല കാര്യങ്ങൾ തിരിച്ചറിയാൻ, പല കാര്യങ്ങളിലൂടെയുള്ള സക്സസ് എന്തൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഒരു സക്സസ് വരുന്നു. ഇനി സക്സസ് നേടാൻ പോകുന്നു, അതിലൂടെ തന്നെ മുന്നോട്ട് വരാൻ കഴിയുന്നു. ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നുള്ളതാണ്. സമ്പൂർണ്ണ വിജയമാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത്. അതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആദരവും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നു. ഒന്ന് മുന്നോട്ട് വരാനുള്ള സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നും ഒന്ന് മുന്നോട്ട് വരാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം അത്രമാത്രം വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് സമ്പൂർണ്ണ വിജയമാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ എന്തിലേക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നോ അതും നിങ്ങൾക്കൊരു വിജയമാണ് തരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് എന്താണ് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ ലക്ഷറി ലൈഫിന്റെ എനർജിയാണ് 9 ഓഫ് പെന്റക്കിൾസ്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. വൺസ് ഫയർ സൈനാണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. പാഷനാണ് ഇവിടെ. ആ ഒരു ആവേശം നിങ്ങൾക്കിപ്പോൾ സാധ്യമായിരിക്കുന്നു. നിങ്ങൾ ആവേശത്തോടുകൂടി മുന്നോട്ട് വന്ന കാര്യങ്ങൾ ഇവിടെ സാധ്യമായിരിക്കുന്നു, അല്ലെങ്കിൽ സാധ്യമാകാൻ പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സമ്പത്തിൻ്റെതായ എനർജിയാണ്. ഒരു ലക്ഷറി ലൈഫിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഈ ഒരു ലക്ഷറി ലൈഫ് നിങ്ങളെ ഇൻഡിപെൻഡന്റ് ആക്കുന്നു, ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. കാരണം അത്രമാത്രം സന്തോഷകരമായ എനർജിയിലാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു എനർജിയിലേക്ക് വരാൻ സാധിക്കുന്നു. കാരണം തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെയോ സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി ആവണം. അത് നിങ്ങളെ ഇൻഡിപെൻഡന്റ് ആക്കും. ഒത്തിരി ഫ്രീഡം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. കാരണം സാമ്പത്തികം കൂടി വരുമ്പോഴല്ലേ ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് വരാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു, മുന്നോട്ട് വരാൻ സാധിക്കുന്നു, അതുവഴി സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു എനർജി വളരെ പോസിറ്റീവ് എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെ 6 ഓഫ് വാട്ടറിന്റെ എനർജി, 6 ഓഫ് കപ്സിന്റെ എനർജി കണ്ടില്ലേ. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ചൈൽഡ്ഹുഡ് ട്രോമാസ് അല്ല എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജി, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഹീലാകുന്നു മുന്നോട്ട് നിങ്ങൾ. തന്നെയുമല്ല, നിങ്ങൾ ആരെങ്കിലുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഫ്രണ്ട്സ് നിങ്ങളെ കാണാൻ വരുന്ന ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന എനർജി ഉണ്ട് ഇവിടെ. ഇതുവരെയുള്ള ആ സ്നേഹത്തിനൊരു മാറ്റം സംഭവിക്കുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഗിഫ്റ്റ് തരാനുള്ള സാധ്യത, പഴയ പരിചയം പുതുക്കി മുന്നോട്ട് വരുന്നു. നല്ല ഒരു സ്നേഹത്തിലേക്ക്, കളങ്കമില്ലാത്ത ഒരു സ്നേഹത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ ഒരു സ്നേഹത്തിന്റെ ഓർമ്മകളെ താലോലിക്കുന്ന എനർജി,
മനസ്സിലായോ? പണ്ടുണ്ടായിരുന്ന ആ നല്ലൊരു ഫ്രണ്ട് പണ്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ആ സ്നേഹത്തിന്റെ ഓർമ്മകളെ നിങ്ങൾ ഇപ്പോൾ ഒന്ന് അയവിറക്കുന്ന എനർജി, അല്ലെങ്കിൽ ആ ഓർമ്മകളെ ഒന്ന് താലോലിക്കുന്ന എനർജി, അതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തിന്റെ എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾ പരസ്പരം കൊടുത്തിട്ട് വീണ്ടും ഒന്നായിട്ട് മുന്നോട്ട് പോകുന്നു. ആരെങ്കിലുമായിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് പിണങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ പിണക്കമൊക്കെ മാറി വളരെയധികം സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നോ കോണ്ടാക്ട് അവസ്ഥയിലായിട്ടിരിക്കുന്ന ലവേഴ്സ്, കപ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക്, അല്ലെങ്കിൽ വീണ്ടും ഒരു കോണ്ടാക്റ്റിലേക്ക് വരാനുള്ള സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്രമാത്രം സിൻസിയർ ലവ് ആയിരുന്നത് കൊണ്ട് തന്നെയാണ് അത് വിട്ടുപോകാൻ കഴിയാത്തത്. എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായി വിട്ടുപോയാലും ഇവിടെ ലവ് സിൻസിയർ ആണ്, ആ നിഷ്കളങ്കമാണ്. ഇവിടെ കളങ്കമില്ലാത്ത ഒരു ലവ്, ഒന്നിനും വേണ്ടി അൺകണ്ടീഷണൽ ലവ് ഒന്നിനും വേണ്ടി നിങ്ങൾ സ്നേഹിച്ചതല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു കളങ്കമില്ലാത്ത സ്നേഹമായത് കാരണം അത് വീണ്ടും നിങ്ങളിലേക്ക് വരും. എത്രമാത്രം ശത്രുത ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഒന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ആരോടെങ്കിലും നിങ്ങൾ ഇവിടെ പിണങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടൊരു കോണ്ടാക്റ്റിലേക്ക് വരുന്ന എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 3 ഓഫ് എയർ ആണ്, കാരണം സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ എന്തോ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. എന്തോ ദുഃഖം അനുഭവിക്കുന്നത് പല കാര്യങ്ങളിലാകാം. ഒന്ന് റിലേഷൻഷിപ്പിന്റെ പ്രശ്നത്തിലാവാം, അതുമല്ല എങ്കിൽ അതിനിടയ്ക്ക് കയറി ആരെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവണം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളിൽ പെട്ടിട്ട് എന്തെങ്കിലും നിസ്സാരമായ തലവേദന ആയാലും മതി, അപ്പോൾ അതിൽ വല്ലാത്തൊരു ദുഃഖം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് അതെല്ലാം മാറി മുന്നോട്ട് വരുന്നതാണ് നിങ്ങൾ. കാരണം നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളോടൊപ്പം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നാൽ പോലും തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഹീലാവുന്നുണ്ട്. ഒരുപാട് ദുഃഖത്തിലായിരിക്കാം നിങ്ങൾ, അതിൽ നിന്നും ഹീലാവുന്നുണ്ട്. നിങ്ങൾ അതുപോലെ കർമ്മയുടെ ഒരു ഭാഗമായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ദുഃഖം ഇവിടെ അനുഭവിക്കേണ്ടി വന്നത്. അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപെങ്ങോ ഉണ്ടായിട്ടിരുന്ന സംഭവങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ ഇവിടെ നന്നായിട്ട് മനസ്സ് വിഷമിക്കുന്ന എനർജി ആവാം. ചിലപ്പോൾ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ആവാം. ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യമാവാം. അതുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഒരുപാട് മാനസികമായിട്ട് വിഷമിക്കുന്ന എനർജിയും ആവാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾ ഹീലാവാൻ ശ്രമിക്കുന്നു, നിങ്ങൾ ഹീലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട്, ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ്. കണ്ടല്ലോ, ഇവിടെ നമ്മളിവിടെ 6 ഓഫ് കപ്സിന്റെ എനർജി പറഞ്ഞു, അപ്പോഴേ തന്നെ ലവേഴ്സ് വരുന്ന കാര്യം പറഞ്ഞതാണ് അല്ലേ. ഇപ്പൊ റിലേഷൻഷിപ്സ് ആണ്, ഇമോഷൻസ്, അവസരങ്ങൾ. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ഇമോഷൻസ്, കാരണം പാസ്റ്റ് ലൈഫിലെ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അത് ഇതുപോലെ തന്നെ അൺകണ്ടീഷണൽ ലവ് ആണ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അൺകണ്ടീഷണൽ ലവ് ആണ്. അവിടെ സിൻസിയറിറ്റി ആണ് കൂടുതലായിട്ടും ഉള്ളത്. അത് വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരും. അതുമല്ല എങ്കിൽ ആദ്യമായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതാവാം. അവിടെ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആവുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹങ്ങൾ ധാരാളം ഉള്ളതായിട്ടാണ് കാണുന്നത്. ഈ അനുഗ്രഹങ്ങൾ ദൈവികമായത് മാത്രവുമല്ല, മറ്റെല്ലാ തരത്തിലും നിങ്ങൾക്ക് അനുഗ്രഹം
ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ. പ്രോസ്പെറിറ്റി, അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂടിച്ചേരൽ തീർച്ചയായിട്ടും നിങ്ങളെ ദീർഘകാലം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എനർജിയാണ്. ഇവിടെ വെച്ച് എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ തമ്മിൽ കുറച്ചുനാൾ പിണങ്ങിയിരുന്നാൽ വീണ്ടും നിങ്ങൾ ഒന്നു ചേരുന്ന എനർജിയാണിത്. മനസ്സിലായി? വീണ്ടും ഒരിക്കലും അങ്ങ് അകന്നകന്നു പോകുന്നില്ല. തമ്മിലൊന്ന് പിണങ്ങിയാലും എത്രയും പെട്ടെന്ന് വീണ്ടും അടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു സിൻസിയർ ലവ് ആണ് ഇവിടെ, അല്ലെങ്കിൽ ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ എന്ന് കാണുന്നുണ്ട്. ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആകുന്നത് കൊണ്ട് തന്നെ വീണ്ടും പരസ്പരം ഇവിടെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു തരത്തിലേക്ക് പോകാനേ തോന്നില്ല. അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ നീങ്ങാൻ പോകുന്നു. അതുമല്ല എങ്കിൽ പുതിയതായിട്ട് ആരുടെയെങ്കിലും വിവാഹം നടക്കുന്ന എനർജിയാകാം, അല്ലെങ്കിൽ പ്രപ്പോസൽ വരുന്ന എനർജിയുമാകാം. അത് ഇത്തരത്തിലുള്ള ബന്ധമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആരെയെങ്കിലും ഈ ഒരു സമയത്ത് ആരെയെങ്കിലും എവിടെ വെച്ചെങ്കിലും കണ്ടിട്ട് നിങ്ങളൊരു സ്റ്റാർട്ട് തുടങ്ങി കാണുമായിരിക്കും. റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി വെച്ചിട്ടുണ്ടാവും. കാരണം ഈ വ്യക്തിയെ ഞാൻ പണ്ട് എങ്ങോ കണ്ടിട്ടുള്ളതാണല്ലോ എന്നുള്ള ഒരു പരിചയം പറഞ്ഞു തന്നെ നിങ്ങളിവിടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഇവിടെ ഇത്തരത്തിലുള്ള എനർജി വന്നിരിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് ഫയർ ആണ്. അതായത് ഏസ് ഓഫ് വാൺസിന്റെ എനർജി. നിങ്ങൾക്കിവിടെ എന്തോ ഒന്ന് തുടങ്ങി വെക്കാനുള്ള അവസരം വരുന്നുണ്ട്. അതായത് ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. വാൺസ് ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ആദ്യം തന്നെ നമുക്ക് 6 ഓഫ് ഫയറിന്റെ എനർജിയാണ് വന്നത്. അവിടെ സക്സസ് ആയിരുന്നു വന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ആണ്. ചിലപ്പോൾ ആ സക്സസിലേക്ക് പോകാനുള്ള ഒരു സ്റ്റാർട്ടിങ്ങും ആവാം. ഇവിടെ എന്തുകൊണ്ടോ നിങ്ങൾക്ക് കുറച്ചു കാലം കൊണ്ട് ആലോചിച്ച് ആഗ്രഹിച്ച് ഉറപ്പിച്ച് വെച്ചിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം. നേരത്തെ തന്നെ മുൻകൂട്ടി നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമായിരിക്കണം. എന്തായാലും നിങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. പുതിയ തുടക്കം നിങ്ങൾക്ക് ഏത് കാര്യത്തിലുമാവാം. നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പുതിയ തുടക്കമാവാം. മനസ്സിലായി? ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങളൊന്ന് തുടക്കം കുറിച്ച് വെച്ചിട്ടുണ്ടാവും. അതുമല്ലെങ്കിൽ ഏതെങ്കിലും വീട് പണിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ, വാഹനം വാങ്ങിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ഒരു തുടക്കം കുറിക്കുന്നുണ്ടാവാം. അതിനുവേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അതിൻ്റെതായ കമ്പ് നാട്ടിയിട്ടുമുണ്ടാവാം. മനസ്സിലായി? ഇത് നിങ്ങൾക്ക് വളരെ സക്സസ്സിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ അതിനായിട്ടുള്ള ആക്ഷൻ എടുത്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. ഈ അവസരം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഇത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ഇവിടെ എന്താണ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളമായി നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കിങ് ഓഫ് ഫയർ ആണ് വന്നിരിക്കുന്നത്. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. 7 ഓഫ് ഫയറും വന്നിട്ടുണ്ട്. 7 ഓഫ് ഫയർ നമുക്ക് നോക്കാം. 7 ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ചുറ്റും. നിങ്ങളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളെയൊക്കെ നിങ്ങളൊന്ന് മറികടക്കാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങളെ കൊണ്ടത് സാധിക്കും. കാരണം ചിലപ്പോൾ നിങ്ങൾ ഉൾപ്പെട്ട പ്രശ്നമായിരിക്കില്ല, മറ്റുള്ളവർ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമാകാം. ചുറ്റിനും പ്രശ്നങ്ങളാണ്, ഒന്നിനും പുറകെ ഒന്നൊന്നായിട്ട്. അത് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുമ്പോൾ എപ്പോഴും എങ്ങനെയാണ്, തുരുതുരാന്ന് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ, സാമ്പത്തികമായിട്ടൊരു പരാജയം വന്നു, അവിടെ നിന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു പ്രശ്നം വരുന്നത്. അതിനെ സോൾവ് ചെയ്യാൻ പോകുമ്പോൾ വേറൊരു പ്രശ്നം കയറി വരും. റിലേഷൻഷിപ്പിലൊരു പ്രശ്നമാകാം, അതുപോലെ ചിലപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നമാകാം. ഇനി അതുമല്ല എങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വേണം പൊരുതാൻ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളോട് മറ്റാരും കാണില്ല. സന്തോഷത്തിൽ അടിച്ച് പൊളിച്ച് ജീവിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ കൂടെ കാണും. സാമ്പത്തികമൊക്കെ ഒരുപാട് ഉണ്ടാവുന്ന ആ സമയത്ത്. ഇനി ഇതൊന്നുമില്ല, ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട് പ്രശ്നങ്ങളിലകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആരും ഒരു സഹായത്തിന് കാണുകയില്ല. ഇവിടെ ഇപ്പൊ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എന്താ, തനിയെ വേണം ഇതിനെ ഒന്ന് തടയാൻ. അപ്പൊ തനിയെ ഇവിടെ എന്താണ് ഈ ചലഞ്ചസ് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ചലഞ്ചസിനെ എല്ലാം, ഒബ്സ്റ്റക്കിൾസിനെ എല്ലാം തനിയെ നേരിടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ അവിടെ
ഒന്ന് അതിനെ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലാത്ത വിധത്തിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സക്സസ് ആവും വരാൻ പോകുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ സക്സസ് ആണ് വരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിങ് ഓഫ് ഫയറിന്റെ എനർജിയാണ്. കിങ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ കിങ് ഓഫ് വാൻസ്. നിങ്ങൾക്ക് സമൂഹത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നു. എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്നിട്ട് നിങ്ങൾ മുൻപന്തിയിലെത്തുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ഓഫീസിലൊക്കെ നിങ്ങൾക്ക് ഒരു അതോറിറ്റി പവർ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് ഈ ഒരു സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പദവി തന്ന് ആദരിക്കുന്ന എനർജി ഉണ്ടാവാം, നിങ്ങളെ അംഗീകരിക്കുന്ന എനർജി ഉണ്ടാവാം. നിങ്ങളെ ഒരു നല്ല വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ നല്ല കഴിവുള്ള വ്യക്തികളാണ്, നിങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകാൻ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ചില എനർജീസിൽ നിങ്ങളിവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മുന്നോട്ട് വരാൻ കഴിയുന്നു. നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിന്നും, തളർച്ചയിൽ നിന്നും അല്ലെങ്കിൽ തകർച്ചയിൽ നിന്നും, മനസ്സിലായി, പിന്നെ എന്താണ്, പരാജയത്തിൽ നിന്നും ഒക്കെ നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പ്രശ്നങ്ങളുണ്ട്, മറികടക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ഇവിടെ മുന്നോട്ട് വരുന്നു. മറികടന്ന് വിജേതാവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഇവിടെ നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് 6 ഓഫ് ഫയറിന്റെ എനർജി. ഇവിടെയും വളരെ വലിയൊരു സക്സസിൻ്റെതായ എനർജിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഇവിടെ റിലീസാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജി കണ്ടില്ലേ. അപ്പൊ തീർച്ചയായിട്ടും തൊട്ട് താഴെ സ്റ്റാർ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നുണ്ട് ജീവിതത്തിൽ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നിങ്ങൾക്കൊരു താരത്തെ പോലെ ഉയരത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെയോ ഹൈ പ്രീസ്റ്റസ് എനർജി, ഒരുപാട് ഇൻഡ്യൂഷൻ ഉള്ള വ്യക്തികളാണ്. ക്ഷമ നിങ്ങൾക്ക് ശീലമാക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിന് എന്ത് കാര്യമുണ്ടെങ്കിലും ക്ഷമിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടാവാം, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർക്ക് അടുക്കൽ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ്, ഉൾക്കാഴ്ച നിമിത്തം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ജ്ഞാനദൃഷ്ടി നിമിത്തം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകുന്നു. അതിലൂടെ മറ്റുള്ളവർ നിങ്ങളെ അറിയപ്പെടാൻ പോകുന്നു. മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ തീർത്തും മറുപടി പറയാനുള്ള ഒരു കഴിവ്, യെസ് തീർത്തും പറയാനുള്ള ഒരു കഴിവ്, ഇതുവരെ അങ്ങനെയുള്ള കഴിവില്ലായിരുന്നു. അത്തരത്തിലുള്ള ഒരു കഴിവിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ഉയരാൻ കഴിയുന്നു. സ്പിരിച്വലായിട്ട് നിങ്ങൾ മുന്നോട്ട് ഒരുപടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ റിലീസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ചില കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. ചില കാര്യങ്ങൾക്ക് വളരെ നല്ല മാറ്റം വരുന്നുണ്ട്. പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടി മുന്നോട്ട് വരുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ തന്നെ ആവശ്യമില്ലാത്തതിനെയൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. റിലീസാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുടെ അവസാനം, മനസ്സിലായി, പല കാര്യങ്ങളെ അവസാനിപ്പിച്ചിട്ട് നിങ്ങൾക്കൊരു മാറ്റത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒറക്കിൾ കാർഡ്സ് കൂടെ എടുത്തേച്ച്. ഗിൽറ്റാണ് വന്നിരിക്കുന്നത്. രണ്ട് കാർഡ്സ് ഉണ്ട്. ഇവിടെ 4 കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ദ ബർഡൻ ആണ്. നിങ്ങളുടെ ആ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റിവെക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് റെസ്പോൺസിബിലിറ്റിയിലേക്ക് മുന്നോട്ട് വരുന്ന സമയമാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ മറികടക്കുന്നു, കുറച്ചൊക്കെ വീണ്ടും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നു. മുന്നോട്ട് നിങ്ങൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ മറ്റുള്ളവരുടെ ഏറ്റെടുക്കുകയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ഭാരം കൂടെ നിങ്ങളിവിടെ ഏറ്റെടുക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഒന്നും ഏറ്റെടുക്കാൻ പോകരുത്. നിങ്ങളുടേതായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരുപാടുണ്ട്. അതിനെ നിങ്ങൾ നിങ്ങൾ ഒന്ന് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക. പരസ്പരം നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ആലോചിച്ച് പരസ്പരം രണ്ടുപേരും കൂടെ ചേർന്ന് അത് സോൾവ് ചെയ്ത് പോകാം മുന്നോട്ട്. ഇനി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിറയെ ഇരിക്കുമ്പോൾ മറ്റുള്ള ഒരാളിന്റെ പ്രശ്നങ്ങൾ കൂടെ കേട്ടിട്ട് അതിനും കൂടെ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ വാഗ്ദാനത്തിന് പോവരുത്.
മനസ്സിലായ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇന്ന് ശ്രദ്ധിക്കണം. ഇവിടെ കുറ്റബോധം വന്നിട്ടുണ്ട്, ഗിൽറ്റാണ്. ചില കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്തത് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളതായിരിക്കാം. അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഒരു കുറ്റബോധം സ്വയം തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ചൊക്കെ നെഗറ്റീവ് എനർജി ഇരിക്കുന്നു. പക്ഷെ അങ്ങനെ ഇന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആവശ്യമില്ലാത്ത ആരോടും പറയാനും എടുക്കാനും ഒന്നും പോകണ്ട. ഇവിടെ കണ്ടീഷനിങ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബന്ധനത്തിൽ അല്ലെങ്കിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ഹീലിംഗിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അത് ഹീലാവാൻ സാധിക്കുന്നു, സുഖപ്പെടാൻ സാധിക്കുന്നു. ആരെങ്കിലും നിങ്ങളെ ഒരു ബന്ധനത്തിലാക്കി എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ സ്റ്റക്കാക്കി വെച്ചിട്ടുണ്ടാകും. കാരണം നിങ്ങളുടെ മാനസിക നിലയെ ഒന്ന് തകരാറിലാക്കാൻ വേണ്ടി. അല്ല എങ്കിൽ നിങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നത് കണ്ടിട്ട് സുഖിക്കാത്ത ചില ആൾക്കാർ നിങ്ങളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒന്ന് എനർജി ഡൗൺ ആക്കി വെച്ചിട്ടുണ്ടാവാം. അവിടെ നിന്ന് നിങ്ങൾ സ്വയം ഹീലായി മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അതുമല്ല, ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ നിങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണോ, അവിടെ നിന്ന് മുന്നോട്ട് സുഖപ്പെട്ടു വരുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നുണ്ട്. അതുമല്ല എങ്കിൽ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാനസികമായ വിഷമം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കുക, ഇന്ന് ഇതെനിക്ക് വരാനുള്ളതാണ്, ഇതിനെ ഞാൻ എത്ര മൈൻഡാക്കുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സമാധാനം കിട്ടും. മുന്നോട്ട് അങ്ങനെ വരാം. നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിലേക്ക് വരാം. കണ്ടില്ലേ, ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ തുടക്കത്തിലേക്ക് പലരും വരുന്നുണ്ട്. ഇതിവിടെ നിങ്ങൾ ദൈവത്തിലുള്ള അമിതമായ വിശ്വാസത്തോടുകൂടി ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ദൈവിക വിശ്വാസം ഒരുപാട് കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് പലരും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ എനർജി, ദൈവാനുഗ്രഹത്തോടുകൂടി നിങ്ങൾ പുതിയ ഒരു ലൈഫിലേക്ക് കടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.